സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രമോയിൽ കാണിക്കുന്നത് ഐശ്വര്യയെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരുവാണ് കേട്ടോ. അങ്ങനെ ഐശ്വര്യയുടെ പറന്നുപോയ കിളികളെല്ലാം തിരികെ എത്തുവാണ്. ഐശ്വര്യയ്ക്ക് എല്ലാ കാര്യങ്ങളും വീണ്ടും ഓർമ്മയിലേക്ക് വരുവാണ് കേട്ടോ. അങ്ങനെ തൻ്റെ പ്ലാനെല്ലാം പൊളിച്ച് ശ്യാമ രാധികയും കൂട്ടി അവിടെ നിന്ന് കടന്നു കളഞ്ഞതിൻ്റെ ദേഷ്യത്തിലാണ് ഐശ്വര്യ ഇരിക്കുന്നത്. ഐശ്വര്യ സോണിയോടും മാലതിയോടും പറയണേ, എൻ്റെ സ്വപ്നങ്ങളാ അമ്മയും മോളും കൂടി തകർത്തത്. എല്ലാം തകർത്തിട്ടില്ല ആ ശ്യാമ എന്നീ അവസ്ഥയിലാക്കിയിട്ട് മോളെയും കൂട്ടി പോയത്. രണ്ടും കൂടി എവിടെ ഇപ്പോൾ ഒളിച്ചു താമസിപ്പിക്കുക. അങ്ങനെ എന്നെ കബളിപ്പിച്ച് അമ്മയും മോളും കൂടി ഒന്നിച്ച് താമസിക്കണ്ട. അവരെ സമാധാനത്തോടെ ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് എത്രയും പെട്ടെന്ന് തന്നെ ശ്യാമയും രാധികയും കണ്ടുപിടിക്കണമെന്നും സ്വത്തുക്കൾ താൻ ആഗ്രഹിച്ചതുപോലെ തൻ്റെ കൈപ്പിടിയിലാക്കണമെന്നും ഐശ്വര്യ തീരുമാനിക്കുവാണ്. അതിനുവേണ്ടിയുള്ള കരുക്കൾ നീക്കുവാണ് ഐശ്വര്യ. പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരുന്ന ദേവൻ യശോദേനെയും മുത്തശ്ശീനെയൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. വരണിവിടെ വന്നതിൻ്റെ കാരണം എന്താണെന്നും വരൺ എന്തിനാണ് രാധികയുടെ കാര്യത്തിൽ ഇത്രയും താല്പര്യം എടുക്കുന്നതെന്നുള്ള സംശയം ദേവൻ്റെ മനസ്സിലുണ്ടാകുവാണ് കേട്ടോ. അതിനെക്കുറിച്ച് ദേവൻ അവർ ചോദ്യം ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ തൽക്കാലത്തേക്ക് തടുതപ്പുന്നുണ്ട്. എന്നാൽ ദേവൻ്റെ മനസ്സിൽ സംശയങ്ങൾ മാഞ്ഞിട്ടില്ലെന്ന് മുത്തശ്ശിക്ക് തോന്നുവാണ്. അങ്ങനെ മുത്തശ്ശി പ്രിയങ്കയെ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അത് കേൾക്കുന്നതും പ്രിയങ്കയെ വല്ലാതെ ടെൻഷനാകുവാണ്. പ്രിയങ്ക മുത്തശ്ശിയോട് ചോദിക്കണേ, എന്തേയും മുത്തശ്ശി കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുമോ? അച്ഛൻ സത്യങ്ങളെല്ലാം അറിഞ്ഞാൽ പിന്നെ തീർന്നതാ. അന്നേരം മുത്തശ്ശി പറഞ്ഞേ, അതെ ദേവൻ ഒരിക്കലും സത്യം അറിയാൻ പാടില്ല. ആ താലി അത് അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ മാറ്റണം. അങ്ങനെ താലി മാറ്റാനായിട്ട് എന്തോ ഒരു തന്ത്രം മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കേൾക്കുന്നതും പ്രിയങ്ക ചോദിക്കുക, ഈ കാര്യം കൂടി ചെയ്താൽ ഞാൻ സേഫ് ആകുമോ മുത്തശ്ശി? എന്നിട്ടേ മുത്തശ്ശി പറയണേ, നീ അങ്ങനെ തന്നെ വിചാരിച്ചോ? അഥവാ ഇനി ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ പറയുന്നത് പോലെ തന്നെ അങ്ങ് നീ ചെയ്താൽ മതി. അങ്ങനെ പ്രിയങ്കക്ക് ആത്മവിശ്വാസമൊക്കെ കൊടുക്കുവാണ് കേട്ടോ മുത്തശ്ശി. അങ്ങനെ മുത്തശ്ശി പറഞ്ഞതുപോലെ ആ താലി പ്രിയങ്ക ഒളിപ്പിച്ച് വെച്ച സ്ഥലത്തു നിന്നും പുറത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് എവിടെയോ തിരിച്ചു മാറ്റാനാണ് ശ്രമിക്കുന്നത്. അതിനിടയിൽ താലി പ്രിയങ്കയുടെ കയ്യിൽ നിന്ന് താഴത്തേക്ക് വീണു പോകുന്നുണ്ട് കേട്ടോ. ഇതാണെങ്കിൽ പ്രിയങ്ക ശ്രദ്ധിക്കുന്നുമില്ല. ഈ സമയം ആ റൂമിൻ്റെ കട്ടിലിൻ്റെ അവിടെ തന്നെ ആ താലി താഴെ വീണ് കിടക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മ്യൂസിക് സ്കൂളിലെത്തിയ വരുൺ അവിടെ രാധികയും ഫിദ മാഡത്തെയും കാണാത്തതുകൊണ്ട് തന്നെ അമൃതയെ ചോദ്യം ചെയ്യുവാണ് കേട്ടോ. അങ്ങനെ അമൃതയിൽ നിന്ന് ഫിദ മാഡത്തിൻ്റെ നമ്പർ കളക്ട് ചെയ്യുന്ന വരുൺ ശ്യാമയുടെ നമ്പറിലേക്ക് വിളിക്കുവാണ്. ഈ സമയം വരുണിൻ്റെ കോള് കാണുന്നതും ടെൻഷനോട് കൂടി നിൽക്കുന്ന ശ്യാമയാണ് പ്രമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്